കൊന്നപ്പൂക്ക് എവിടെ പോയി? ആ ഇതിലുണ്ടായിരുന്നു കൊന്നപ്പൂ. അപ്പുറത്ത് കാരണത്തിരുന്ന് 2 ചേട്ടന്മാർ വിൽക്കുന്നുണ്ട്. എത്ര രൂപയ്ക്ക്? ഇത്തിരി കോളം 60 രൂപ. അപ്പൊ ഞാൻ ഈ പൂ വാങ്ങി കണി വെച്ച് കണി ഒരുക്കി കണി കാണാൻ എനിക്ക് എത്ര രൂപ ചെലവാകും? കുറച്ചധികം ചെലവാകും. അപ്പൊ പടക്കത്തിന് അന്വേഷിക്കണം. വിഷുക്കണിയിലെ താരം കൊന്നപ്പൂ കിട്ടാനില്ല. ഉള്ളോടത്താണെങ്കിൽ ഒടുക്കത്തെ തിരക്കും. നമുക്കൊന്ന് പോയി നോക്കാം. നല്ല ചെലവാ. കണിക്കൊന്നൊക്കെയാണ് കൂടുതലും ചെലവ്. എവിടെയും കിട്ടാലേ അല്ലെ? എവിടെയും കിട്ടാല്ല. അവിടെ നിന്ന് ഇത്രയും ദൂരം നടന്നു വന്നിട്ടാ ഇവിടെ നിന്ന് കോട്ടയം അവിടെ നിന്ന് ഇവിടെ വരെ നടന്നു. എന്നിട്ട് ഇവിടെ എന്ത് ഇതാന്നറിയാം, ഭയങ്കര തിരക്ക്. തീർന്ന് എല്ലാരും പ്ലാസ്റ്റിക്കിന്റെ വാങ്ങിച്ചോണ്ട് പോണത്. എങ്ങുമില്ല, എല്ലാം പ്ലാസ്റ്റിക്. ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ പുതിയ പോയപ്പോ പ്ലാസ്റ്റിക് സാധനം നേരത്തെ പൂത്താറില്ല. അല്ല നേരത്തെ ഉണ്ടായിരുന്ന കഴിഞ്ഞ മാസം എല്ലാം പൂത്ത്. ഈ പ്രാവശ്യം ഒട്ടുമില്ല. 150 രൂപക്കുള്ള സാധനമാണ്. 1.50. മാർക്കറ്റ് വളരെ ശോചനീയാവസ്ഥയിലാണ് മുന്നോട്ട് പോകണം. എല്ലാ വർഷവും ഉണ്ടാവാറുള്ള ഒരു ആളുകളുടെ അതിനി കാലാവസ്ഥയുടെ ആണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. സാധനങ്ങളെല്ലാം മാർക്കറ്റിൽ ടൈറ്റാണ്. ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പ്രധാന വിഷയം ഈ ഇത് മാങ്ങയൊക്കെ പറിക്കുന്ന ഭായിമാരെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആസാമികളൊക്കെ മൊത്തം പോയി. മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അത് പറിക്കാൻ ആളില്ല. കണി വെക്കുന്ന ചക്ക, പിന്നെ അതുപോലെയുള്ള സാധനങ്ങളെല്ലാം നല്ല വിലയാണ്. ചേട്ടാ, കണി വെക്കാനുള്ള ചക്കയാണ്. എങ്ങനെ തവണ റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ? റേറ്റൊക്കെ നിസ്സാരമുള്ളൂ. ആൾക്കാർ വരുന്നുണ്ടോ? ധാരാളം വരുന്നുണ്ട്. ഇത്തവണ പൊതുവെ വിലക്കുറവാണോ തോന്നണേ? എനിക്ക് തോന്നണ അങ്ങനെയാ എന്റെ കാഴ്ചപ്പാടില്. കൊന്നപ്പൂവൊക്കെ കിട്ടിയോ? കൊന്നപ്പൂ ഇല്ല. എല്ലാം നേരത്തെ തീർന്നില്ലേ? ഇതെല്ലാം സീസൺ മുമ്പ് തന്നെ കൊന്നപ്പൂക്കെ തീർന്ന്. ഇപ്പൊ കടകളൊക്കെ പ്ലാസ്റ്റിക്കിന്റെയാണ് വന്നിരിക്കുന്നത്. 200 200 രൂപയാ? ഈ എല്ലാത്തിനും ഒരേ റേറ്റ് ആണോ? കളറിനനുസരിച്ച് മാറുമോ? ഒരേ റേറ്റാ? വലുത് 350. ചെറുതിനോ? ഏറ്റവും ചെറുത് 150. ഇതവണ ഭയങ്കര റേറ്റാണ്. ഇതിനൊക്കെ ഈ കെമിക്കലിന്റെ വിലയും പിന്നെ ഈ വെടിക്കെട്ട് നിരോധനമൊക്കെ വന്നേക്കണ കാരണം ഈ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റാണ്. കടകളും കുറവാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പടക്കം അന്വേഷിച്ചാൽ തന്നെ. വെടിക്കെട്ട് നിരോധനമൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാർക്ക് സൗണ്ട് ഇല്ലാണ്ട് ഒരു വെടിക്കെട്ട് വിഷുവില്ല. ഓലപ്പടക്കമൊന്നും കൊടുക്കാൻ പാടില്ല. എന്നാ അതിന്റെ 4 ഇരട്ടിയുള്ള കൊണ്ടുവെക്കാം. ഇത്തവണ നല്ല രീതിയിൽ വിഷുക്കണിയൊക്കെ ഒരുക്കി വിഷു കാണണമെങ്കിൽ എത്ര രൂപയുടെ ചെലവ് വരും? ഒരു 10,000-1500 രൂപ ചെലവ് വരും. ഞാൻ 2 പേരുള്ള കുടുംബത്തിലാണ്. 1,500 രൂപ കുറഞ്ഞേ വരും. കണിക്ക് മാത്രം വേണം. കണി കണ്ട് വിഷു ആഘോഷിക്കണം. ഏതാണ്ട് എത്ര രൂപയുടെ ചെലവ് വരും? അതെ, ഒരു ചെലവ് വരും എന്ന് പറഞ്ഞാൽ അതൊരു മിനിമം ആണെങ്കിൽ 1,000 രൂപ വരും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ അതൊരു 400 രൂപയൊക്കെ നിൽക്കുമായിരുന്നു.